കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കഥ എന്നാണ് പറഞ്ഞത്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടാമെന്നാണ് പറഞ്ഞത്. ഈ ട്രെയിലറിൽ ഒരുപാട് ഈ ഹൊറർ എലമെന്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേടി എന്ന് പറഞ്ഞൊരു ടീസർ വന്നു. അപ്പോൾ ഈ പേടി കുട്ടികളെ അങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ? അപ്പോൾ തീർച്ചയായും കുട്ടികൾ മാത്രമല്ല, വലിയ മുതിർന്നവരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പം ഭയങ്കര ചങ്കുറപ്പുള്ളവർക്ക് പേടികൾ എന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈസിലിയൊക്കെ പേടിക്കുന്നവർക്കൊക്കെ നന്നായി പേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ ഹൊറർ എലമെൻ്റ് ഉള്ള സിനിമകൾ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്നത് അങ്ങനെ കുറവാണ്. ആ ജേണേഴ്സ് ഇപ്പോൾ അടുത്തിടെ വന്നത് ഇപ്പോൾ ഭ്രമയുഗമാണ്. അത്തരത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് വന്നത്, അത് വിജയിച്ചു. പക്ഷേ ഈ ഹൊറർ അത് എടുത്ത് സ്ക്രീനിൽ അവതരിപ്പിക്കുക, അത് ആളുകളെ ഭയപ്പെടുത്തുക, വിജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത്ര അങ്ങനെ ഒരു കടമ്പ കൂടിയുണ്ട്. അത് സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ടെൻഷനില്ല. സത്യം പറഞ്ഞാൽ ഈ ഹൊറർ ഒരു കഥയുടെ പിൻബലത്തിലൂടെ പോവുകയാണെങ്കിൽ ആക്ച്വലി വർക്ക് ആവുന്ന ഒരു സാധനമാണ് ഈ ഹൊറർ. അതിനൊരു ബാക്ക് സ്റ്റോറിയും പരിപാടികളും സംഭവങ്ങളും, പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇതിൻ്റെ അകത്തെല്ലാം കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പല പല സെറ്റ് പീസുകൾ പോലെയാണ് പല പല സാധനങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ആക്ച്വലി കേട്ടപ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആയിരുന്നു ആൾക്കാർക്ക്. പിന്നെ ഭയങ്കര കുറേ ജംപ് സ്കെയർസ് ഇട്ട്, അനാവശ്യമായിട്ടുള്ള ജംപ് സ്കെയറുകളൊക്കെ ഇട്ട് അങ്ങനെയൊന്നുമല്ല ഇത്. കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ദേവനന്ദ എന്ന് പറയുന്ന മാളികപ്പുറം ഫെയിം അതിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ അരമണൈ 4 എന്ന് പറയുന്ന ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ദേവനന്ദയുടെ ഒരു ചിത്രം ഓൾറെഡി ഉണ്ട്. അതെ, അത് വലിയ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു വിജയം തന്നെയാണോ ഈ ചിത്രത്തിലെ ഒരു ഭാഗ്യനായിക തന്നെയാണോ? കുട്ടി ഭയങ്കര എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. ദേവനന്ദ ഭയങ്കര എക്സ്ട്രീംലി ടാലൻറ്റഡ്, ഭയങ്കര ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. കാരണം സീനിയറാണ്, അതായത് 14 പടമായി, എന്നെക്കാട്ടി സീനിയറാണ്. അപ്പം ഞാൻ നോക്കിയത് വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ എല്ലാ ഹിറ്റ് പടങ്ങളുമാണ്. പിന്നെ പക്ഷേ ആൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഭയങ്കര സ്മാർട്ടാണ്. ഇത്രയും യങ് ഏജിലെ അത്രയും ടാലൻ്റ് ആവുന്നതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമുള്ള ഒരു സംഭവമല്ലേ. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ദേവനന്ദയുടെ ആ ക്യാരക്ടറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണോ സിനിമ പോകുന്നത്? തീർച്ചയായിട്ടും. ഈ മിന്ന എന്ന് പറഞ്ഞ കഥാപാത്രമാണ് മറ്റേ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്, ഒരു സിറ്റി ലൈഫിൽ നിന്ന് ഈ നാട്ടിൽ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി ഈ മനയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. കാരണം അവിടുത്തെ ലൈഫ്, സ്കൂള് പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് സൈചേട്ടൻ്റെ മകളായിട്ടാണ്. അപ്പം അവർ വരികയാണ് ഈ ആവശ്യത്തിനായിട്ട്. അപ്പോൾ എല്ലാ കസിൻസും വീണ്ടും ഒരു ഒത്തുചേരൽ, എന്നിട്ടാണ് ബാക്കി പരിപാടികൾ പടത്തിൽ തുടങ്ങുന്നത്. ഈ സൈജു കുറുപ്പും പിന്നെ ദേവനന്ദയായിട്ടുള്ള ആ കോമ്പിനേഷൻ, ഇപ്പോൾ ഞാനിങ്ങോട്ട് ഓഫീസിലോട്ട് വരുന്ന വഴി തന്നെ ഒരു ഫ്ലെക്സ് കണ്ടു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛനും മകളും വീണ്ടും എത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലെക്സ് കണ്ടു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? നല്ല കെമിസ്ട്രിയാണ്. കാരണം ഓൾറെഡി ഒരു മാളികപ്പുറത്തിലൂടെ അത് തെളിയിച്ചതാണ്. ഇതിൻ്റെ അതും ഭയങ്കര നല്ല കെമിസ്ട്രിയാണ്. ഭയങ്കര ബിലീവബിളാണ്. അവർ അച്ഛനും മകളാണെന്നുള്ളത് ഭയങ്കര ബിലീവബിളായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് പെർഫോമൻസും. സൈചേട്ടനും ഗംഭീര ആക്ടറാണ്, ഗംഭീര പെർഫോമൻസുമാണ് ഇതിൻ്റെ അകത്ത്. എസ്പെഷ്യലി എനിക്ക് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു സീനുണ്ട്, ഞാൻ പറയുന്നില്ല, പക്ഷേ അത് എല്ലാവരും പറയും, പുള്ളിയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.